So we are discussing about the quantitative techniques in management. That was the first one is the linear programming. So we have linear programming, network analysis, then transportation problem, game theory. These are the some quantitative techniques used in the management. So the first one is the linear programming. So we already discussed some points in linear programming. So we can refresh the main points that we had studied in the previous class. So first of all, about what is the linear programming. So how to define a linear programming? So it is the analysis of problem in which linear function of number of variables is to be maximized or minimized when these variables are subject to number of restrictions, sometimes called as constraints, in the form of linear equations. So as its name indicates, linear programming, only linear equations. So we can define it is analysis of problem. That means most of the cases, the practical problems in which linear function of number of variables is to be maximized or minimized. So in what will really happen in this linear programming is, so we first we take some practical or real life problem. Then we can formulate this particular problem into a number of linear equations. Then we can solve these linear equations to find out the solution for the variable. So this is the what is really done in linear programming. So the definition is analysis of problem in which linear function of number of variables is to be maximized or minimized. Sometimes the practical problems may related to the maximization of profit. Sometimes the problems the minimization of the total cost, etc. So depending upon the type of problem, you have to select the objectives of the problem. So നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പ്രോബ്ലത്തിൽ എന്താണ് പറയുന്നത്, നമുക്ക് പ്രോഫിറ്റ് കൂട്ടാനാണോ അതോ കോസ്റ്റ് കുറക്കാനാണെന്ന് ഫസ്റ്റ് യു ടു ഐഡന്റിഫൈ ദ ഒബ്ജക്റ്റീവ് ഓഫ് ദി ഫംഗ്ഷൻ. ദെൻ ആ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നമ്മൾ കുറേ റെസ്ട്രിക്ഷൻസ് വെക്കുകയാണ്. അപ്പോൾ പല റെസ്ട്രിക്ഷൻ നമുക്ക് പല എന്താണ് നിയന്ത്രണങ്ങളും ഉണ്ടാവും. അതിൽ നമ്മൾക്കിപ്പോൾ ഒരു കേസ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ മെഷീൻ അവറുകൾ കുറവായിരിക്കും. റിസോഴ്സുകൾ നോക്കുകയാണെങ്കിൽ റിസോഴ്സസ് ചിലപ്പോൾ എന്തായിരിക്കും ലിമിറ്റഡ് ആയിരിക്കും. നമുക്ക് മാക്സിമം ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല, എത്ര നമ്പർ ഉപയോഗിക്കാൻ പാടുള്ളൊന്നും ഉണ്ടായിരിക്കും. അങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസ് ഇതിന് മേൽ നമ്മൾ അപ്പോൾ ഇതിൽ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്, റെസ്ട്രിക്ഷൻസ് കൊടുക്കാൻ കൺസ്ട്രെയിൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കൺസ്ട്രെയിൻസ് വെച്ചിട്ട് നമുക്ക് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നമ്മൾ കൺസ്ട്രെയിൻ ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കിട്ടുന്ന ഒരു ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ലീനിയർ ഇക്വേഷൻ്റെ ഉത്തരം നമുക്ക് കിട്ടും. അതാണ് നമുക്ക് ഇതിൽ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഇതിൻ്റെ ഫോർമുലേഷനും ഗ്രാഫിക്കൽ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. സോ ഫസ്റ്റ് നിങ്ങൾ ഈ ഒരു ഡെഫിനേഷൻ നിങ്ങൾ പഠിച്ചു വയ്ക്കുക, എന്താണ് ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് ചിലപ്പോൾ ചോദിക്കാം 2 മാർക്കിന്. അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കാം. ദെൻ ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ ജോർജ് ബി ഡെൻഡിങ് ഇൻ 1947. ഇറ്റ്സ് ആൻ ഓൾഡ്, നമുക്കറിയാം 1947 തന്നെ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ഓൾഡ് മെത്തഡാണ്. നമുക്ക് പ്രാക്ടിക്കൽ റിയൽ ലൈഫ് പ്രോബ്ലംസ് നമുക്ക് എങ്ങനെ ടാക്കിൾ ചെയ്യാമെന്ന് ഉള്ള ഒരു ചെറിയൊരു മെത്തഡാണ് ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റിയൽ ലൈഫ് പ്രോബ്ലംസ് എങ്ങനെ നമുക്ക് ലീനിയർ ഇക്വേഷൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ളതാണ് ഈ ലീനിയർ പ്രോഗ്രാമിംഗിൽ പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ മെത്തേഡ് ഓഫ് ഡിറ്റർമിനിങ് ഒപ്റ്റിമം പ്രോഗ്രാം ഓർ ഒപ്റ്റിമം സൊല്യൂഷൻ ഫോർ ഇന്റർഡിപെൻഡന്റ് ആക്ടിവിറ്റി ഇൻ വ്യൂ ഓഫ് അവൈലബിൾ റിസോഴ്സസ്. അപ്പോൾ നമുക്കുള്ള അവൈലബിൾ റിസോഴ്സസ് വെച്ച് നമുക്ക് ഒപ്റ്റിമം കണ്ടീഷൻ കണ്ടുപിടിക്കാനാണ് ഇവിടെ ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് ഡിറ്റർമിനിങ് ഒപ്റ്റിമം പ്രോഗ്രാം ഓർ ഒപ്റ്റിമം കണ്ടീഷൻ ഓർ ഒപ്റ്റിമം കേസ്. എന്ത് വേണമെങ്കിലും ആവാം. പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ഒരു കേസ്, ആ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് അവിടെ എന്തൊക്കെ വേണം. നമുക്ക് ഒപ്റ്റിമം ചിലപ്പോൾ കോസ്റ്റ് ആയിരിക്കാം, ഒപ്റ്റിമം കണ്ടീഷൻ ആയിരിക്കാം. എന്താണ് ഒപ്റ്റിമം ആയിട്ടുള്ള ഒരു കേസ് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് വെച്ചിട്ട്. സോ സാധാരണയായിട്ട് 2 ഒബ്ജക്റ്റീവാണ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസിന് സാധാരണയായിട്ട് കണ്ടുവരുന്നത്. ഒന്നെങ്കിൽ മാക്സിമൈസേഷൻ ഓഫ് ദി പ്രോഫിറ്റ് ഓർ മിനിമൈസേഷൻ ഓഫ് ദി ടോട്ടൽ കോസ്റ്റ് ഓർ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ്. ഇതാണ് ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞത്. ഇതൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് പോവുകയാണെങ്കിൽ അതിൽ ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എങ്ങനെയാണ്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കൺസ്ട്രക്റ്റഡ് വിച്ച് റെപ്രസെന്റ് ദ ടോട്ടൽ കോസ്റ്റ് ഓർ ടോട്ടൽ പ്രോഫിറ്റ്. ഇതിൽ മെയിൻ ഒരു പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കണ്ടുപിടിച്ചിട്ട് അതിനെ ഫോർമുലേറ്റ് ചെയ്യാണ് ഈ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒന്നാമത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത്. ദെൻ ഈ ഫംഗ്ഷൻ നമ്മൾ കൺസ്ട്രെയിൻസ് നമ്മൾ അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. ദ ഫംഗ്ഷൻ ഈസ് സബ്ജക്റ്റ് ടു നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ്. നമുക്ക് എന്തൊക്കെ നിയന്ത്രണങ്ങൾ ആ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ ഉണ്ട്. ദെൻ ബോത്ത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആൻഡ് കൺസ്ട്രെയിൻസ് ഷുഡ് ഫോളോ ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വാരിയബിൾസ്. അപ്പോൾ ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും കൺസ്ട്രെയിൻസിനും ലീനിയർ ഇക്വേഷൻസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ് വെച്ച് നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. LPP മെത്തേഡ് വെച്ച് സോൾവ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും കൺസ്ട്രെയിൻസും അത് 2 ഇക്വേഷൻസ് ആയിരിക്കും.
ആ ഇക്വേഷൻസ് എപ്പോഴും ലീനിയർ റിലേഷൻഷിപ്പ് ആയിരിക്കണം. ഇതിനെന്താണ് ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഇക്വേഷൻ പറയുകയാണെങ്കിൽ ഒരു AX1 പ്ലസ് BX2 പ്ലസ് CX3 ഈക്വൽ ടു 5 ഓർ സംതിങ്, ഇതൊരു ലീനിയർ ഇക്വേഷനാണ്. കാരണം എക്സിൻ്റെ വേരിയബിൾസ് XY Z എന്ന് പറഞ്ഞ വേരിയബിൾസിൻ്റെ എല്ലാം ഡിഗ്രി എന്താണ്, ഒന്നാണ്. അപ്പോൾ നമ്മൾ AX² പ്ലസ് BX പ്ലസ് CX എന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതൊക്കെ ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. ഇവിടെ നമുക്ക് പ്രോബ്ലത്തിൽ വളരെ സിമ്പിളാണ്, എപ്പോഴും ലീനിയർ ആയിട്ടുള്ള ഇക്വേഷൻ. പക്ഷേ നമ്മുടെ വേരിയബിൾസിൻ്റെ ഡിഗ്രി എപ്പോഴും 1 ആയിരിക്കും. സ്ക്വയർ ടൈമോ അല്ലെങ്കിൽ ക്യൂബോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളോ ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ സിമ്പിളായിട്ടുള്ള ലീനിയർ ഇക്വേഷൻസ് നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കൺസ്ട്രെയിൻസ് ഉണ്ടാക്കിയെടുക്കുന്നു. കൺസ്ട്രെയിൻസിന് നമ്മൾ സോൾവ് ചെയ്യുന്നു, എന്നിട്ട് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്ന സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണം എന്നൊക്കെ നമുക്ക് ഒരു എക്സാമ്പിൾസ് പറഞ്ഞാൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് തിയറി പഠിക്കുന്നു, പിന്നെ നമ്മൾ എക്സാമ്പിളിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതാണ് അതിൻ്റെ കുറച്ച് ഇൻട്രൊഡക്ഷനും പിന്നെ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഡാറ്റാസും. ഇനി ഒരു ലീനിയർ പ്രോഗ്രാമിങ്ങിൽ നമ്മൾ എന്തൊക്കെ കണ്ടൻസ്, എസെൻഷ്യൽ കണ്ടൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിന് എസെൻഷ്യൽ കണ്ടൻസിൽ വരുന്നതാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, കൺസ്ട്രെയിൻസ്, പിന്നെ നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ. ഈ 3 കേസുകൾ നമ്മൾ ഏതൊരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസിലും ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഒരു പ്രോബ്ലം നമ്മൾ എടുത്ത് നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കണ്ടുപിടിച്ച് കൺസ്ട്രെയിൻസ് കണ്ടുപിടിച്ച് അത് നോൺ നെഗറ്റീവ്, അത് പോസിറ്റീവ് വാല്യൂസ് ആയിരിക്കണം. എന്താണ് അടുത്ത 2 സ്ലൈഡുകൾ നമുക്ക് കാണാൻ പറ്റും. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്താണ്? The objective function of the problem is identified and converted into suitable objective of the problem. എന്താണ് നമ്മുടെ പ്രോബ്ലം? ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലം ആയിരിക്കാം ഒരു കമ്പനിയിലത്തെ, അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്യേണ്ട ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലം ആയിരിക്കാം. ഒരു റിയൽ പ്രോബ്ലം നമ്മൾ എടുക്കുന്നു, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി പ്രോബ്ലം, ആ പ്രോബ്ലത്തിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ് അത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് കൺവേർട്ടഡ് ഇൻ ടു സൂട്ടബിൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇൻ ഫോം ഓഫ് എ ലീനിയർ ഇക്വേഷൻസ്. The first objective, the essential contents, the first one is the objective function. The objective of the problem is identified. First you have to identify the objective of this problem, then convert these objectives of the problem into some function. That means some linear equation or linear function. Then the objective function represents the aim or goal of the system. അപ്പോൾ ഈ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ? നമ്മൾ 2 തരത്തിലുള്ള കാര്യമാണ് പറയുന്നത്. എന്തൊക്കെയാണ്? ഒന്നെങ്കിൽ ടോട്ടൽ കോസ്റ്റ് കുറയ്ക്കുക, അല്ലെങ്കിൽ പ്രോഫിറ്റ് കൂട്ടുക, അല്ലെങ്കിൽ റിസോഴ്സസിൻ്റെ മിനിമൈസേഷൻ. അതൊക്കെയാണ് നമ്മൾ ഒബ്ജക്റ്റീവായിട്ട് സാധാരണ പ്രോബ്ലങ്ങളിൽ വരാറ്. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ റെപ്രസെൻറ്റ്സ് ദ എയിം ഓർ ഗോൾ ഓഫ് ദി സിസ്റ്റം. ഒബ്ജക്റ്റീവ് കണ്ടു കഴിഞ്ഞാൽ അറിയാം എന്തിനാണ് ഈ പ്രോബ്ലം, എന്താണ് ഈ പ്രോബ്ലം നമ്മൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് കണ്ടറിയാം. പിന്നെ വിച്ച് ഹാസ് ടു ബി ഡിറ്റർമൈൻഡ് ഫ്രം ദ പ്രോബ്ലം. നമുക്ക് ഡിസിഷൻ വേരിയബിൾസ് നമുക്ക് അത് കണ്ടുപിടിക്കേണ്ടി വരും. ജനറലി ഒബ്ജക്റ്റീവ് ഈസ് ഇൻ മോസ്റ്റ് കേസസ് വിൽ ബി ഐദർ മാക്സിമൈസ് റിസോഴ്സസ് ഓർ പ്രോഫിറ്റ് ഓർ മിനിമൈസ് ദ ടോട്ടൽ ഓർ ടൈം. ഒന്നുകിൽ റിസോഴ്സസിന് മാക്സിമൈസേഷൻ, അല്ലെങ്കിൽ പ്രോഫിറ്റ് കൂട്ടുക, അല്ലെങ്കിൽ കോസ്റ്റ് അല്ലെങ്കിൽ ടൈം കുറയ്ക്കുക. ഇതായിരിക്കും നാം സാധാരണയായിട്ട് ഒബ്ജക്റ്റീവ് നമുക്ക് വരുന്നത്. ഈ സാധാരണയായിട്ട് ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ ഫോം എങ്ങനെയുണ്ട്? സെഡ് മാക്സ് ഓർ സെഡ് മിനിമം ഈസ് ഈക്വൽ ടു C1 x1 പ്ലസ് C2 x2 പ്ലസ് C3 x3 പ്ലസ് എക്സിട്ര Cn xn. എത്ര വരെ വേണമെങ്കിലും പോവാം. സോ സെഡ് മാക്സ്, ഇപ്പോൾ എന്തിനായിരിക്കും സെഡ് മാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സെഡ് മാക്സ് എന്ന് പറഞ്ഞാൽ മാക്സിമൈസേഷൻ പ്രോബ്ലത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്തതാണ് സെഡ് മാക്സ്. സെഡ് മിനിമം എന്തിനാണ് ഉദ്ദേശിക്കുന്നത്? മിനിമൈസേഷൻ പ്രോബ്ലത്തിന് നമ്മൾ സെഡ് മിനിമം എന്ന് പറയുന്നു. സോ വേർ C1 C2 C3 ആർ കോൺസ്റ്റൻസ്. അതെന്താണ് നമുക്ക് നോക്കാം. ദെൻ x1 x2 x3 ആർ വേരിയബിൾസ്. നോക്കിയാൽ അറിയാം ഈ x1 x2 എത്രയ്ക്ക് വേരിയബിൾസ് ആണ് നമുക്കറിയാം. C1 C2 C3 കോൺസ്റ്റൻസ് ആയിട്ട് നമുക്കറിയാം. ഇതാണ് ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ സാധാരണ ഉണ്ടാക്കിയെടുക്കുന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഒന്നെങ്കിൽ സെഡ് മാക്സ് ആയിരിക്കും, അല്ലെങ്കിൽ സെഡ് മിനിമം. സെഡ് നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട, സെഡ് മാക്സ് നമ്മൾ വെറുതെ എഴുതുന്നതാണ്. ഈ സെഡ് വേറെ എന്താണ്, നമുക്ക് ഈ എക്സും വൈയും സെഡ് ഒക്കെ ഉപയോഗിക്കുന്ന കാരണം നമ്മൾ സെഡ് കൊടുത്തിരിക്കുന്നത് മാത്രം. അപ്പോൾ സെഡ് എന്ന് പറഞ്ഞാൽ മാക്സിമൈസേഷൻ ഓർ മിനിമൈസേഷൻ. ചില കേസുകളിൽ മാക്സിമൈസേഷൻ പ്രോബ്ലം ആയിരിക്കാം, സംടൈംസ് ഇറ്റ്സ് ഇൻ ഫോം ഓഫ് മിനിമൈസേഷൻ പ്രോബ്ലം. അപ്പോൾ ഏതാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക, ഒന്നെങ്കിൽ സെഡ് മാക്സ് ഈക്വൽ ടു അല്ലെങ്കിൽ സെഡ് മാക്സ് ഈക്വൽ ടു ഈ പർട്ടിക്കുലർ ഫംഗ്ഷൻ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഫംഗ്ഷൻ. അപ്പോൾ അതിലെന്ന് പറഞ്ഞാൽ C1 C2 എത്ര കോൺസ്റ്റൻ്റ് ആയിരിക്കും, x1 x2 x3 ഒക്കെ വേരിയബിൾസ് ആയിരിക്കും. ഈ രണ്ടാമത്തെ കണ്ടന്റ് എന്താണ്? എസെൻഷ്യലി കണ്ടന്റ് എന്താണ്? രണ്ടാമത്തെയാണ് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. അതിൽ കൊടുക്കുന്ന നിയന്ത്രണങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ വെൻ ദ അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ് ആർ ഇൻ സർപ്ലസ് ദർ വിൽ ബി നോ പ്രോബ്ലം ഇൻ മേക്കിംഗ് ഡിസിഷൻ. അപ്പോൾ നമുക്ക് റിസോഴ്സുകൾ, നമുക്ക് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണ്. പ്രൊഡക്റ്റ് ഉണ്ടാക്കുക റോ മെറ്റീരിയൽ നമുക്ക് സർപ്ലസ് ആയിട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ നമുക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല.
നമുക്ക് റിസോഴ്സസ് നമുക്ക് പ്ലൻറ്റി അല്ലെങ്കിൽ സർപ്ലസ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് റിസോഴ്സസ് ഉപയോഗിക്കാം. പക്ഷെ there will be no problem in making decision. But real life organization normally scarce resources within which the job has to performed in the most effective way. പക്ഷെ നമുക്ക് റിയൽ ലൈഫിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഒരു ഫാക്ടറിയിൽ വരുമ്പോൾ റിസോഴ്സസുകൾ വളരെ കുറച്ചേ നമ്മുടെ കയ്യിലുണ്ടായിരിക്കുള്ളൂ. അത് വെച്ചിട്ട് നമുക്ക് മാക്സിമം നമുക്ക് പ്രൊഡക്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ ഇങ്ങനത്തെ കേസുകൾ വരുമ്പോഴാണ് നമുക്ക് അത് നിയന്ത്രണങ്ങൾ വരുന്നത്. നമുക്ക് ഇഷ്ടം പോലെ ഇപ്പോൾ റോ മെറ്റീരിയൽ ഒരു റൂമിൽ നിറച്ച് അടുക്കിയിട്ടിരിക്കുകയാണ്, നമുക്ക് പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് ഇഷ്ടം പോലെ പോയി എടുക്കാന്നുള്ള കണ്ടീഷൻ വരികയാണെങ്കിൽ ഈ കൺസ്ട്രെയിൻസിൻ്റെ ആവശ്യമില്ല. പക്ഷേ റോ മെറ്റീരിയൽ ഓരോ ഷെൽഫിൽ കുറച്ച് അടക്കി വെച്ചിരിക്കുകയാണ്, കാരണം അത്ര കുറച്ചേ ഉള്ളൂ. പക്ഷെ നമുക്കത് മാക്സിമം യൂട്ടിലൈസേഷൻ നടത്തണം. അപ്പോൾ നമുക്ക് അത് ഉപയോഗിക്കുന്നതിൻ്റെ അളവ് കുറവായിരിക്കും. പോയി അവിടെ കുറേ വലിച്ചെടുക്കാനോ പറ്റില്ല. അപ്പോൾ അത് ഉപയോഗിക്കേണ്ടതിന് നമ്പർ വളരെ കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ കേസുകൾ വരുമ്പോൾ നമുക്ക് നിയന്ത്രണങ്ങൾ വരും. അതിനാണ് നമ്മൾ റെസ്ട്രിക്ഷൻസ് ഉള്ള കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ആ കൺസ്ട്രെയിൻസ് സാധാരണ എഴുതണത് ദീസ് ആർ ഇൻ ദ ഫോം ഓഫ് A1 x1 പ്ലസ് A2 x2 പ്ലസ് A3 x3 പ്ലസ് എക്സെട്ര ലെസ് ദാൻ ഓർ ഇസിക്കൽ ടു ഡി ഓർ ഗ്രേറ്റർ ദാൻ ഇസിക്കൽ ടു ഡി. ഇവിടെ ഡി എന്ന് പറയുന്ന ഒരു ടൈം കൂടിയും വരുന്നുണ്ട്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ നമുക്ക് ആദ്യത്തെ 3 ഭാഗം മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട ഈ 3 ഭാഗം മാത്രമേ നമ്മൾ വരുന്നുള്ളൂ. C1 x1 C2 x3 C2 x2 പ്ലസ് C3 x3 മാത്രമേ വരുന്നുള്ളൂ. പക്ഷെ അവിടെ കൺസ്ട്രെയിൻസ് വരുമ്പോൾ എന്താണ് കൺസ്ട്രെയിൻസ് നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മുടെ സോഴ്സസ് ആണെങ്കിൽ ഇത്ര സോഴ്സസ് നമുക്കുള്ളൂ, അല്ലെങ്കിൽ ടൈം ആണെങ്കിൽ ടൈം ഇത്രയും നമുക്കുള്ളൂ, അല്ലെങ്കിൽ ഇതിനേക്കാളും കുറച്ച് ടൈം ഉപയോഗിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇതിനേക്കാളും കുറച്ച് റിസോഴ്സ് നമുക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ള കണ്ടീഷൻസ് സാധാരണ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഒരു ഡി എന്ന് പറഞ്ഞൊരു അധിക ടൈമും കൂടി ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ ഈ A1 A2 കോൺസ്റ്റൻസും A1 A2 A3 കോൺസ്റ്റൻസും x1 x2 x3 ഒക്കെ ഡിസിഷൻ വേരിയബിൾസ് ആണ്. ഇതാണ് ഇതിൻ്റെ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ നിയന്ത്രണങ്ങൾ നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ടാക്കി ഇനി അതിന് നമ്മൾ കൊടുക്കുന്ന നിയന്ത്രണങ്ങൾ. ഇതാണ് നമ്മുടെ കൺസ്ട്രെയിൻസ്. ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, രണ്ടാമത്തെ കൺസ്ട്രെയിൻസ്. ഇനി മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേരിയബിൾസ് ഒക്കെ എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. ഈ കിടക്കുന്ന എല്ലാ കാരണം എന്താണ്? ദ നെഗറ്റീവ് വാല്യൂസ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആർ ഇമ്പോസിബിൾ. അപ്പം നമുക്ക് ഫിസിക്കലായിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി നമുക്ക് നെഗറ്റീവ് എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ നെഗറ്റീവ് 5 ചെയർന്നോ, അതായത് നെഗറ്റീവ് 2 ബലൂണെന്നോ അങ്ങനത്തെ നെഗറ്റീവായിട്ട് പറയാൻ പറ്റുമോ? ഇല്ല. പ്രൊഡക്റ്റുകൾ എപ്പോഴും പോസിറ്റീവ് ക്വാണ്ടിറ്റീസ് നമുക്ക് എപ്പോഴും വരണം. അതുകൊണ്ട് ഇവിടെ എപ്പോഴും നമ്മൾ എടുക്കുന്ന x1 x2 x3 നമുക്ക് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. പോസിറ്റീവ് വാല്യൂസ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ, നെഗറ്റീവ് വാല്യൂസ് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇപ്പം നമുക്ക് ഒരു 5 പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, 5 പ്രൊഡക്റ്റിൽ രണ്ട് നെഗറ്റീവ് പ്രൊഡക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നെഗറ്റീവ് പ്രൊഡക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. സോ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ലൈക്ക് പ്രൊഡ്യൂസിങ് നെഗറ്റീവ് നമ്പർ ഓഫ് ചെയർസ് ഓർ ടേബിൾസ്. സോ ദാറ്റ്സ് നോട്ട് പോസിബിൾ. സോ ഇറ്റ് ഈസ് നെസസറി ടു ഇൻക്ലൂഡ് ഓൾ എലമെന്റ് ഓഫ് നെഗറ്റിവിറ്റി ആസ് കോൺസ്ട്രെയിൻറ്റ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വേരിയബിൾസ് x1 x2 x3 എന്ന് പറയുന്ന വേരിയബിൾസ് ഒക്കെ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. നെഗറ്റീവ് എന്നുള്ള കേസ് നമ്മളവിടെ എടുക്കുന്നില്ല. കാരണം നമ്മുടെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ഒരിക്കലും ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കില്ല. കാരണം നമുക്ക് കാണുന്ന അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ നെഗറ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇല്ല. അപ്പം അതുകൊണ്ട് എപ്പോഴും ഒരു നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ് എപ്പോഴും നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ എന്തൊക്കെയാണെന്നാണ് 3 കണ്ടീഷൻ പറയുന്നത്. ഒന്നാമത്തെ എസൻഷ്യൽ കണ്ടൻസ് എന്ന് പറഞ്ഞു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്താണ് നമ്മുടെ പ്രോബ്ലം കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്ട്രെയിൻസ്, നമ്മൾ അതിൽ കൊടുക്കുന്ന നിയന്ത്രണങ്ങൾ. മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ നെഗറ്റിവിറ്റി, ഒരിക്കലും നെഗറ്റീവ് ആയിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വരാൻ പാടില്ല. ഇതാണ് നമ്മുടെ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസിന്റെ 3 എസൻഷ്യൽ കണ്ടൻസ്. അപ്പോൾ എന്താണ് LPP എന്ന് പഠിച്ചു. രണ്ടാമത്തെ എന്താണ് അതിൻ്റെ എസൻഷ്യൽ കണ്ടൻസ് എന്ന് പഠിച്ചു. ഇനി നമ്മൾ നോക്കുന്നത് എന്തൊക്കെ സൊല്യൂഷൻസ് നമ്മൾ സാധാരണ LPPയിൽ കണ്ടുപിടിക്കാറുണ്ട്. നമ്മുടെ ആസ് ഫാർ ആസ് അവർ സിലബസ് കൺസേൺ, നമ്മുടെ സിലബസ് പ്രകാരം നമുക്ക് ഈ 2 സൊല്യൂഷൻസ് മാത്രം നമുക്ക് സാധാരണ ചോദിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി അറിഞ്ഞാൽ മതി. എന്താണ് ഫീസിബിൾ സൊല്യൂഷൻ? ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഫീസിബിൾ സൊല്യൂഷൻ ഇൻ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ് ഈസ് എ സെറ്റ് ഓഫ് വാല്യൂസ് ഫോർ ദ വാരിയബിൾസ്. ഇപ്പോൾ x1 x2 x3 എന്നൊക്കെ നമുക്ക് ഒരു കിട്ടും. ഇപ്പോൾ x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 2, x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 3, അങ്ങനെ കുറേ വാരിയബിൾസ് കിട്ടില്ലേ. അപ്പോൾ എ ഫീസിബിൾ സൊല്യൂഷൻ ഇൻ LPP ഈസ് എ സെറ്റ് ഓഫ് വാല്യൂസ് ഫോർ വേരിയബിൾസ്. ഈ വേരിയബിൾസിന് x1 x2 x3 ഇതൊക്കെ നമുക്ക് വാല്യൂസ് കിട്ടും. 2 3 4 അങ്ങനെ വാരിയബിൾസ് കിട്ടാം. സോ വിച്ച് സാറ്റിസ്ഫൈസ് ദ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കൺസ്ട്രെയിൻ ഇക്വേഷൻ നമ്മൾ പറയാറില്ല x1 പ്ലസ്
2x2 പ്ലസ് x3 ഈസ് ഈക്വൽ ടു 4 എന്നോ എന്തെങ്കിലും നമുക്ക് കിട്ടും. ആ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ വാരിയബിൾസ് നമുക്ക് വാല്യൂസ് കിട്ടും. ആ വാല്യൂസ് എന്ന് പറയുന്ന പേരാണ് എന്താണ് ഫീസിബിൾ സൊല്യൂഷൻ. A feasible solution in linear programming problems is set of values. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ x1 is equal to 2, x3 is equal to 3 അങ്ങനെ വാല്യൂസ് കിട്ടി നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ഇന്ന് പറയേണ്ട ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്? എന്താണ് എ ഫീസിബിൾ സൊല്യൂഷൻ വിച്ച് ഒപ്റ്റിമൈസ് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്താണെന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ കൺസ്ട്രെയിൻസ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് നമുക്ക് കൺസ്ട്രെയിൻസ് നമ്മൾ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടി. അപ്പോൾ നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നമ്മൾ ആ കൺസ്ട്രെയിൻസ് ഇട്ട് കൊടുക്കുക. നമ്മൾ ആ വാരിയബിൾസ് നമുക്ക് കിട്ടുന്ന വാല്യൂസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഏതിലാണോ മാക്സിമം ആണെങ്കിൽ മാക്സിമം കിട്ടുന്നത്, അതായത് മിനിമൈസേഷൻ ആണെങ്കിൽ മിനിമം കിട്ടുന്നത്, അതാണ് നമ്മുടെ ഒപ്റ്റിമം സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഒപ്റ്റിമം സൊല്യൂഷൻ എന്ന് പറയുന്നത്? ഈ കിട്ടിയ വാല്യൂസ് ഇപ്പോൾ x1 x2 x3 നമുക്ക് വാല്യൂസ് കിട്ടി, ഇത് നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ നമ്മൾ ഇട്ട് കൊടുക്കും. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നമുക്ക് മാക്സിമൈസേഷൻ പ്രോബ്ലം ആണെങ്കിൽ നമുക്ക് മാക്സിമം വാല്യൂ കിട്ടണം, മിനിമൈസേഷൻ പ്രോബ്ലം ആണെങ്കിൽ നമുക്ക് മിനിമം വാല്യൂ കിട്ടണം. അപ്പോൾ മാക്സിമൈസേഷൻ പ്രോബ്ലം ആണെങ്കിൽ ഏറ്റവും മാക്സിമം വാല്യൂ നമ്മൾ സെലക്ട് ചെയ്യുക, അതാണ് നമ്മുടെ ഒപ്റ്റിമം സൊല്യൂഷൻ. മിനിമൈസേഷൻ പ്രോബ്ലം ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന മിനിമം വാല്യൂ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതാണ് നമ്മുടെ സൊല്യൂഷനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇതാണ് രണ്ട് തരത്തിലുള്ള സൊല്യൂഷൻസ്, ഫീസിബിൾ സൊല്യൂഷൻ ആൻഡ് ഒപ്റ്റിമം സൊല്യൂഷൻ. അപ്പോൾ നമ്മൾ വാട്ട് ഈസ് ഫസ്റ്റ് സ്റ്റഡി ചെയ്ത വാട്ട് ഈസ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ്, ദെൻ എസെൻഷ്യൽ കണ്ടൻസ്, ദെൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സൊല്യൂഷൻസ് ഇൻ LPP. So next we'll study about the formulation, how to formalize the LPP. നമുക്ക് എങ്ങനെയാണ് ഒരു പ്രോബ്ലം കിട്ടി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഫോർമുലൈസേഷൻ നടത്തുന്നത് എന്നാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്നത്. അപ്പോൾ എന്താണ് ആദ്യം തന്നെ ഐഡന്റിഫൈ ദ ഒബ്ജക്റ്റീവ്. നമുക്ക് ഒബ്ജക്റ്റീവ് ഐഡന്റിഫൈ ചെയ്യാം. എന്താണ് പ്രോബ്ലത്തിൽ പറയണത്? ഇപ്പോൾ ഒരു പ്രോബ്ലം നമ്മൾ എടുത്ത് കുറേ ഒരു വലിയ പ്രോബ്ലം ആയിരിക്കും, അത് വായിച്ചു കഴിഞ്ഞിട്ട് എന്താണ് ചിലപ്പോൾ പറയുന്നതാണ് ഇന്ന ഒരു ഒന്നാമത്തെ പ്രോഡക്റ്റിന് ഇത്ര പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, രണ്ടാമത്തെ പ്രോഡക്റ്റിന് ഇത്ര പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? നമുക്ക് എല്ലായ്പ്പോഴും പ്രോഫിറ്റ് കൂട്ടുക എന്നതായിരിക്കും ആ പർട്ടിക്കുലർ പ്രോബ്ലത്തിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഫസ്റ്റ് യു ഹാവ് ടു ഐഡന്റിഫൈ ദ ഒബ്ജക്റ്റീവ്. ഒരു പ്രോബ്ലം കിട്ടി കഴിഞ്ഞാൽ അതിൻ്റെ ഒബ്ജക്റ്റീവ് ഐഡന്റിഫൈ ചെയ്യുക. ചില കേസുകളിൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആയിരിക്കാം, ചില കേസുകളിൽ കോസ്റ്റ് മിനിമൈസേഷൻ ആയിരിക്കാം, ചില കേസുകളിൽ മാക്സിമൈസേഷൻ ഓഫ് റിസോഴ്സസ് ആയിരിക്കാം, ചില കേസുകളിൽ മിനിമൈസേഷൻ ഓഫ് ടൈം ആയിരിക്കാം. അപ്പോൾ നമ്മൾ പ്രോബ്ലം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിൽ എന്താണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അത് എഴുതി വയ്ക്കുക. അതാണ് നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് മെൻഷൻ ദ ഒബ്ജക്റ്റീവ് ക്വാണ്ടിറ്റേറ്റീവ്ലി ആൻഡ് എക്സ്പ്രസ് ഇൻ ദ ഫോം ഓഫ് ലീനിയർ ഇക്വേഷൻസ്. അപ്പോൾ നമ്മളിത് ഒബ്ജക്റ്റീവ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റീവ്സിനെ നമുക്ക് എങ്ങനെ ഒരു ഇക്വേഷൻ ആക്കിയിട്ട് എഴുതാം, അതാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ്. ഫസ്റ്റ് യു ഹാവ് ടു ഐഡന്റിഫൈ ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. സെക്കൻഡ്, represent the objective in a form of linear equations. Next, identify the constraints. So next you have to identify what are the different type of constraints imposed on this objective function. എന്തൊക്കെ നിയന്ത്രണങ്ങളാണ് ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നമ്മൾ കൊടുക്കുന്നത്? എക്സ്പ്രസ് ദ കൺസ്ട്രെയിൻസ് എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് കൺസ്ട്രെയിൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനെ ഒരു ഇക്വേഷൻ ഫോമിലേക്ക് നമ്മൾ മാറ്റണം. ഫൈനലി ensure the non-negativity condition for variables. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എക്സ്പ്രസ് ദ കൺസ്ട്രെയിൻസ് ഇൻ ദ ഫോം ഓഫ് ലീനിയർ ഇക്വേഷൻസ് നമ്മൾ പറഞ്ഞു. ഈ ലീനിയർ ഇക്വേഷൻസ് നമുക്ക് എപ്പോഴും നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ എപ്പോഴും സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും എന്തായിരിക്കും ഈക്വൽ ടു സൈൻ ആയിരിക്കും. നമ്മൾ പ്രോബ്ലം സോൾവിങ്ങിൽ നമ്മൾ നെക്സ്റ്റ് ഗ്രാഫിക്കൽ മെത്തേഡിൽ പഠിക്കുമ്പോൾ നമുക്ക് എന്താണ് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം എങ്ങനെയാണ് സോൾവ് ചെയ്യാന്ന്. പക്ഷേ ഇവിടെ ഫോർമുലേഷനാണ് നമ്മൾ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ പഠിക്കുന്നത്. എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഫസ്റ്റ് യു ഹാവ് ടു ഐഡന്റിഫൈ ദ ഒബ്ജക്റ്റീവ്. Second, express the objective quantitatively and first you have to mention the objective and express in the form of linear equations. Next you have to identify the constraints, then express the constraint in the form of linear equations. Then finally verify the non-negativity condition of the variables. So this is the formulation steps for LPP. ഇതാണ് നമുക്കൊരു LPP ഫോർമുലൈസ് ചെയ്യാനുള്ള അതിൻ്റെ സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്. ഇത് ചിലപ്പോൾ ചോദിക്കാം, 5 മാർക്കിന് ചോദിക്കാം എന്താണ് എങ്ങനെയാണ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഫോർ ഫോർമുലൈസേഷൻ ഓഫ് ദി LPP. സോ ദീസ് ആർ ദ സ്റ്റെപ്സ്. ഈ 5 സ്റ്റെപ്പ് നിങ്ങൾ പഠിച്ചു വയ്ക്കാം. അപ്പോൾ നമ്മൾ എസെൻഷ്യൽ കണ്ടൻസ് ചോദിക്കാം, അപ്പോൾ അത് എഴുതാറിയണം. എന്താണ് LPP എന്നാണ് 2 മാർക്കിന് ചോദിക്കും, അപ്പോൾ നമ്മൾക്ക് അത് എഴുതാൻ അറിയണം. ഇതെല്ലാം പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നതിന് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം, അല്ലാണ്ട് കുറേ പഠിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മളിത് ഈ പർട്ടിക്കുലർ സെഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് LPP ഫോർമുലൈസ് ചെയ്യണമെന്നും എങ്ങനെയാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും കൺസ്ട്രെയിൻസും ഉണ്ടാക്കണമൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തൊക്കെയാണ്? ഫസ്റ്റ്, വാട്ട് ഈസ് മീൻ ബൈ ദ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ്. ദെൻ വാട്ട് ആർ ദ എസെൻഷ്യൽ കണ്ടൻസ് ഓഫ് ദി ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. ദെൻ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സൊല്യൂഷൻസ് ഇൻ LPP. ദെൻ ഫൈനലി ദ ഫോർമുലേഷൻ ഓഫ് ദി LPP.
LPP means linear programming problems. So next we will move to how to solve the practical problem, how to formulate, not solve here. The first part only the problem into formula. അത് ഇപ്പോൾ ഈ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പ്രോബ്ലത്തിന് ഫോർമുലൈസേഷൻ മാത്രമേ പഠിക്കുന്നുള്ളൂ. അടുത്ത സ്റ്റെപ്പിലാണ്, അടുത്ത പാർട്ടിലാണ് നമ്മൾ അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. ഗ്രാഫിക്കൽ സൊല്യൂഷൻ കണ്ടുപിടിക്കും. അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് ഫോർമുലൈസ് ചെയ്യാൻ പഠിക്കണം. അത് വളരെ തറയായി മാത്രം നമുക്ക് നെക്സ്റ്റിലേക്ക് ഇതിൻ്റെ ഗ്രാഫിക്കൽ സൊല്യൂഷനിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ എല്ലാവർക്കും ഇത്രയും കുറച്ച് തിയറീസ് നമ്മൾ പഠിച്ചു. ഇനി എന്താണ് ഈ ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലത്തിൽ എങ്ങനെയാണ് ഫോർമുലൈസ് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ കയ്യിൽ ബുക്കും പേനയും ഉണ്ടെങ്കിൽ അതെടുത്ത് വയ്ക്കുക. എന്നിട്ട് ഞാൻ പറയുന്നതനുസരിച്ചിട്ട് നിങ്ങളൊന്ന് എഴുതി നോക്കുക. കാരണം ഇത് എഴുതി നോക്കിയിട്ട് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് എഴുതുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും എങ്ങനെയാണ് ഇതിനെ ഫോർമുലൈസ് ചെയ്യുന്നത്. ഒരു പ്രോബ്ലം നിങ്ങൾക്ക് തരും. ആ പ്രോബ്ലത്തെ നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ എഴുതിയിട്ട് ചില കേസിൽ എഴുതേണ്ട വരില്ല, നമുക്ക് ആ ടേബിൾ നിങ്ങൾക്ക് തരും. അപ്പോൾ അതൊന്ന് മാത്രം എഴുതിയാൽ മതി. നിങ്ങൾ നോക്കി ചില ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി കഴിഞ്ഞാൽ അറിയാം, ഈ ഫോർമുലൈസേഷൻ 7 മാർക്കായിരിക്കും ചിലപ്പോൾ. വെറുതെ ഫോർമുലൈസേഷൻ മാത്രം ഒരു ടേബിൾ എന്നിട്ട് അന്ന് ഫോർമുലൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം എന്നിട്ട് അതിന് ഫോർമുലൈസ് ചെയ്യാൻ നിങ്ങൾക്ക് 7 മാർക്ക് കിട്ടും. വളരെ സിമ്പിളാണ്. ഐഡിയ മനസ്സിലായവർക്ക് വളരെ ഈസി ആയിട്ട് അത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യണമെന്ന്. ഒരു പ്രോബ്ലം നമുക്ക് കിടക്കാം. എക്സാമ്പിൾസ് നമ്മൾ നോക്കുകയാണ്. ഇതാണ് ഒരു പ്രോബ്ലം. അപ്പോൾ നിങ്ങളുടെ പ്രോബ്ലം ഒന്ന് ചിലപ്പോൾ വലിയ പ്രോബ്ലം ആയിരിക്കും, പക്ഷേ അതിൻ്റെ ഫോർമുലൈസേഷൻ വളരെ സിമ്പിൾ ആയിരിക്കും. ഇപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? എ ഫേം പ്രൊഡ്യൂസസ് 3 products. These products are processed on 3 different machines. ഇപ്പോൾ എന്താ പറയുന്നത്? ഒരു ഫേം 3 പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ആ 3 പ്രൊഡക്റ്റും 3 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെഷീനിലാണ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. ഇനി ദ പ്രോഫിറ്റ് പെർ യൂണിറ്റ് ഫോർ പ്രൊഡക്റ്റ് 1. ഒന്നാമത്തെ പ്രൊഡക്റ്റിൻ്റെ പ്രോഫിറ്റ് 2 രൂപയാണ്. പിന്നെ 2 and 3 is for rupees 4 and rupees 3 and rupees 6 എക്സ്റ്റീവിൽ. ദ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പ്രോഫിറ്റ് പെർ യൂണിറ്റ് ഫോർ പ്രൊഡക്റ്റ് 1, 2, 3. ഒന്നാമത്തെ പ്രൊഡക്റ്റ്, രണ്ടാമത്തെ പ്രൊഡക്റ്റ്, മൂന്നാമത്തെ പ്രൊഡക്റ്റിന് എത്രയൊക്കെയാണ്? ഒന്നാമത്തെ പ്രൊഡക്റ്റിന് 4 രൂപ പ്രോഫിറ്റ്, രണ്ടാമത്തെ പ്രൊഡക്റ്റിന് 3 രൂപ പ്രോഫിറ്റ്, മൂന്നാമത്തെ പ്രൊഡക്റ്റിന് 6 രൂപയാണ് പ്രോഫിറ്റ്. ലാഭം കിട്ടുന്നതാണ് പറയുന്നത്. ദ പ്രോഫിറ്റ് പെർ യൂണിറ്റ് ഫോർ പ്രൊഡക്റ്റ് 1, 2, 3 ഈസ് 4, 3, 6 റെസ്പെക്റ്റീവ്ലി. എന്നിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 3 പ്രൊഡക്റ്റ് ഉണ്ട്. 3 പ്രൊഡക്റ്റ് 3 ഡിഫറെൻറ്റ് മെഷീനാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കി വരുമ്പോൾ നമുക്ക് ഒന്നാമത്തെ പ്രൊഡക്റ്റിന് എത്ര കിട്ടും? 4 രൂപ കിട്ടും. രണ്ടാമത്തെ പ്രൊഡക്റ്റിന് 3 രൂപ കിട്ടും. മൂന്നാമത്തെ പ്രൊഡക്റ്റിന് 6 രൂപയാണ് നമുക്ക് കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത്. ഇനി നമ്മൾ കിടക്കുകയാണ് എന്താണ്? ഇനി നമ്മൾ പ്രോബ്ലത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. ദ പ്രൊഡക്റ്റ് 1 റിക്വയേഴ്സ് 2 hours on machine 1, then 4 hours on machine 2 and 2 hours on machine 3. എന്താ പറയുന്നത്? ഒന്നാമത്തെ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെഷീൻ 1ൽ 2 മണിക്കൂർ അത് പ്രോസസ്സ് ചെയ്യണം. പിന്നെന്താണ്? 4 മണിക്കൂർ മെഷീൻ 2ൽ പ്രോസസ്സ് ചെയ്യണം. 2 മണിക്കൂർ മെഷീൻ 3ലാണ് പ്രോസസ്സ് ചെയ്യേണ്ടത്. ഒരിക്കലും എന്താണ്, അപ്പോൾ ഈ ഒന്നാമത്തെ പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ 3 മെഷീൻ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. അപ്പോൾ അതാണ് അതിൻ്റെ കൺസ്ട്രെയിൻ. അതിൽ അതിൻ്റെ കൺസ്ട്രെയിൻ നിയന്ത്രണം എന്ന് പറയുന്നത് ഈ മെഷീൻസിൻ്റെ നിയന്ത്രണമാണ്. നമ്മൾ എപ്പോഴും പോയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി രണ്ടാമത്തെ പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ദ പ്രൊഡക്റ്റ് 2 റിക്വയേഴ്സ് 4 hours on machine 1 and 3 hours on machine 3. ഇപ്പോൾ രണ്ടാമത്തെ മെഷീൻ ഇവിടെ ഉപയോഗിക്കുന്നില്ല, പ്രൊഡക്റ്റ് രണ്ടാമത്തേന്. അപ്പോൾ നിങ്ങളൊന്ന് എഴുതി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും പ്രോബ്ലം. നിങ്ങളൊരു പേനയും പെൻസിലും എടുത്തിട്ട് ഒരു ബുക്കും പേനയും എടുത്തിട്ട് നിങ്ങളൊന്ന് എഴുതി വയ്ക്കുക. ഒന്നാമത്തെ പ്രൊഡക്റ്റിൻ്റെ പ്രോഫിറ്റുകൾ ആദ്യം എഴുതി വയ്ക്കുക. ഇനി എന്ത് ചെയ്യുക? ഒന്നാമത്തെ പ്രൊഡക്റ്റിന് വേണ്ട ടൈം. ഒന്നാമത്തെ പ്രൊഡക്റ്റിന് ദ പ്രൊഡക്റ്റ് 1 റിക്വയേഴ്സ് 2 hours on മെഷീൻ 1ൽ 2 മണിക്കൂർ, മെഷീൻ 2ൽ 4 മണിക്കൂർ, മെഷീൻ 3ൽ 2 മണിക്കൂർ പ്രോസസ് ചെയ്താൽ മാത്രമേ ഒന്നാമത്തെ പ്രൊഡക്റ്റ് നമുക്ക് പുറത്തേക്ക് കിടക്കാൻ പറ്റുള്ളൂ. ഇനി രണ്ടാമത്തെ പ്രൊഡക്റ്റിന് എന്ത് വേണ്ടി വരും? 4 hours on മെഷീൻ 1 and 3 hours on മെഷീൻ 3. രണ്ടാമത്തെ മെഷീൻ ഇവിടെ ഉപയോഗിക്കുന്നില്ല. രണ്ടാമത്തെ പ്രൊഡക്റ്റിന് 1, 3 മെഷീൻസിനും കുറച്ച് അവേഴ്സ് ഉപയോഗിച്ചാൽ മതി, രണ്ടാമത്തെ മെഷീൻ ഉപയോഗിക്കുന്നില്ല. ഇനി പ്രൊഡക്റ്റ് 3ക്കോ? പ്രൊഡക്റ്റ് 3 റിക്വയേഴ്സ് 2 hours on മെഷീൻ 1 and 5 hours on മെഷീൻ 2. ഇവിടെ മെഷീൻ 3 ഉപയോഗിക്കുന്നില്ല. ഏതിന്? പ്രൊഡക്റ്റ് 3ക്ക് മെഷീൻ 3 നമ്മളോട് ഉപയോഗിക്കുന്നില്ല, 0 hours ആണ് ഉപയോഗിക്കുന്നത്. ഈ അർത്ഥം എന്താണെന്ന് പറയുന്നത്? ടോട്ടൽ മെഷീൻ അവേഴ്സ് ഫോർ മെഷീൻ 1 ഈ 60. ഒന്നാമത്തെ മെഷീനിലാകെ 16 മണിക്കൂറേ നമുക്ക് ഒരു ദിവസം കിട്ടുള്ളൂ. ആൻഡ് 13 ഫോർ മെഷീൻ 2 ആൻഡ് 20 ഫോർ മെഷീൻ 3. ഇത്രയും അവേഴ്സ് നമുക്ക് ഒരു ദിവസം നമുക്ക് കിട്ടുള്ളൂ. കാരണം അത്രയും അവേഴ്സുകൾ നമുക്ക് ആ മെഷീൻ ഉപയോഗിക്കാൻ, നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു നിയന്ത്രണമാണ് അല്ലേ. നമുക്ക് 16 മണിക്കൂർ ടോട്ടൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇതിന് ഒന്നാമത്തെ പ്രൊഡക്റ്റ്, രണ്ടാമത്തെ പ്രൊഡക്റ്റ്, മൂന്നാമത്തെ പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെങ്കിലും
ആ കൂടി 16 മണിക്കൂറുള്ളൂ മെഷീൻ 1-ൽ. ഇനി രണ്ടാമത്തെ മെഷീൻ നമുക്ക് ഉപയോഗിക്കാൻ നമുക്ക് 13 മണിക്കൂർ നമുക്ക് ഉണ്ട്. മൂന്നാമത്തെ മെഷീൻ നമുക്ക് ഉപയോഗിക്കാൻ 20 മണിക്കൂർ നമുക്ക് കയ്യിലുണ്ട്. അതാണ് അതിന് ടോട്ടൽ ഒരു ദിവസത്തെ ടൈം എന്ന് പറയുന്നത്. ഫോർമുലേറ്റ് ദ LPP, ഡിറ്റർമൈൻ ദ ഡെയിലി നമ്പർ. അപ്പോൾ നമുക്ക് ഫോർമുലേറ്റ് ചെയ്ത് മാത്രം മതി. ഇവിടെ സൊല്യൂഷൻ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ എന്താണ് പറയുന്നത് ഇവിടെ പ്രോബ്ലം നമുക്ക് കുറച്ചുകൂടി വായിച്ച് മനസ്സിലാക്കുക. ദ ഫേം പ്രൊഡ്യൂസേഴ്സ് 3 products. These products are processed on 3 different machines. The profit per product 1 is 1, 2 and 3 is 4, 3, 6 respectively. Then product 1 requires 2 hours on machine 1, 4 hours on machine 2, 2 hours on machine 3. The product 2 requires 4 hours on machine 1, 3 hours on machine 3. The product 3 requires 2 hours on machine 1 and 5 hours on machine 3. The total machine hours for machine 1 is equal to 16, 13 for machine 2 and 24 machine 3. Formulate the LPP. ഇതാണ് നമ്മുടെ പ്രോബ്ലം. ഇത് കിട്ടി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഇതെന്താണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന്? ടൈപ്പ് ചെയ്താൽ മതി. എന്താണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്? ഏത് തരത്തിലുള്ള ഒബ്ജക്റ്റീവ് ആയിരിക്കും ഇതിൽ? ഇതൊരു മാക്സിമൈസേഷൻ പ്രോബ്ലം ആണോ അതോ മിനിമൈസേഷൻ പ്രോബ്ലം ആണോ? ആർക്കെങ്കിലും ഇതിൽ ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാൻ പറ്റുമോ ഇത് ഏത് ടൈപ്പുള്ള പ്രോബ്ലം ആണെന്ന്? നിങ്ങൾക്ക് കേൾക്കുന്നില്ലേ? സൗണ്ട് കേൾക്കുന്നില്ലേ? പറയണത് മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക്? സൗണ്ട് ഓഡിബിൾ അല്ലേ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അത്? ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ഈ പർട്ടിക്കുലർ പ്രോബ്ലത്തിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ആർക്കെങ്കിലും ആൻസർ പറയാൻ പറ്റുമോ? എന്താണ് ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന്? ഈ പർട്ടിക്കുലർ പ്രോബ്ലം നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ഇത് എന്ത് തരത്തിലുള്ള പ്രോബ്ലം ആണ്? ഇവിടെ പ്രോഫിറ്റ് ആണ് പറയുന്നത്. അതുകൊണ്ട് ഇതൊരു പ്രോഫിറ്റ് മാക്സിമൈസേഷൻ പ്രോബ്ലം ആണ്. ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക. അതാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ് ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഹലോ സാർ, ഒന്നും കേൾക്കാനില്ല. സൗണ്ട് ഓഡിബിൾ അല്ലേ നിങ്ങൾക്ക്? ഹലോ. ഓക്കെ സാർ, ഇപ്പൊ കേൾക്കാറുന്നു. കുറച്ച് മുന്നേ ഒന്നും കേട്ടായിരുന്നില്ലേ? അതൊന്ന് നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആയിരിക്കാം. പ്രോബ്ലം നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രോബ്ലം കാണാനുണ്ടോ? നിങ്ങൾക്ക് ഏതെന്ന പ്രോബ്ലം കാണാനില്ലേ? അപ്പോൾ നിങ്ങൾ പ്രോബ്ലം ഒന്ന് വായിക്കാം. ഈ പ്രോബ്ലം നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഏതായിട്ടുള്ള പ്രോബ്ലം ആണെന്ന്. ഇതൊരു മാക്സിമൈസേഷൻ പ്രോബ്ലം ആണോ അതോ മിനിമൈസേഷൻ പ്രോബ്ലം ആണെന്ന് നമുക്ക് മനസ്സിലാവും. ഇവിടെ പറയണത് മെഷീൻ ഉണ്ടാക്കുന്നു, അല്ല ഒരു പ്രൊഡക്റ്റ് 3 പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു. ആ 3 പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് 3 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെഷീനിലാണ്. ഓരോ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് 3 മെഷീൻസ് ഉപയോഗിച്ചിട്ടാണ്. അത് ഓരോ മെഷീനിൽ ഇത്ര മണിക്കൂർ അത് ചെലവഴിക്കുന്നുണ്ട്. ഓരോ മെഷീനിലും ഓരോ പ്രൊഡക്റ്റും ഇത്ര മെഷീനിൽ നമ്മൾ ഉപയോഗിക്കുന്നു. അതിനുശേഷം ആ ഓരോ മെഷീനും ഒരു ദിവസം ഇത്ര മണിക്കൂർ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് അത് നമ്മൾ ഒരു നിബന്ധന കൊടുക്കുകയാണ്. അല്ലെങ്കിൽ നമുക്കൊരു കൺസ്ട്രെയിൻ നമ്മൾ കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് അതിൻ്റെ പ്രോഫിറ്റ് ആയി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ പ്രോബ്ലം കണ്ടു കഴിഞ്ഞാൽ വി ക്യാൻ ഐഡൻറ്റിഫൈ ദിസ് ഇസ് എ മാക്സിമൈസേഷൻ പ്രോബ്ലം. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പ്രോഫിറ്റ് കൂട്ടുകയാണ് വേണ്ടത്. അപ്പോൾ സെഡ് മാക്സ് ആണ് നമ്മൾ സാധാരണ അതിന് ഉപയോഗിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഇതിന് ഫോർമാറ്റ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. സോ ലെറ്റ് us take 3 products x1, x2, x3. അപ്പോൾ നമുക്ക് ഇതിൽ ഇങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് വെച്ചെങ്കിൽ നമ്മൾ അതിന് 3 പ്രൊഡക്റ്റ് ഉണ്ട് നമുക്ക് പറഞ്ഞു. ആ 3 പ്രൊഡക്റ്റ് നമ്മൾ എന്ത് കൊടുക്കുക? വേരിയബിൾ ആയിട്ട് എടുക്കുക. അപ്പോൾ x1, x2, x3 അല്ലെങ്കിൽ നിങ്ങൾക്ക് XY Z എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ x1, x2, x3 ആർ ദ 3 വേരിയബിൾസ്. അല്ലെങ്കിൽ 3 പ്രൊഡക്റ്റ് നമ്മൾ പ്രൊഡക്റ്റ് 1 x1 എടുത്തു, പ്രൊഡക്റ്റ് 2 x2 എടുത്തു, പ്രൊഡക്റ്റ് 3 x3 എടുത്തു. നമ്മൾ 3 പ്രൊഡക്റ്റ് നമുക്ക് പേരെടുത്തു. ഇനി പ്രോഫിറ്റ് പെർ പ്രൊഡക്ട്സ് 4, 3 and 6. ഒന്നാമത്തെ പ്രൊഡക്റ്റിന് പ്രോഫിറ്റ് 4 രൂപ, രണ്ടാമത്തെ പ്രൊഡക്റ്റിന് പ്രോഫിറ്റ് 3 രൂപ, മൂന്നാമത്തെ പ്രൊഡക്റ്റിന് പ്രോഫിറ്റ് 6 രൂപ. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് തന്ന കാരണം ദിസ് ഇസ് എ
മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് പ്രോബ്ലം. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക, അതാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫസ്റ്റ് യു ഹാവ് ടു ഐഡൻറ്റിഫൈ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി പ്രോബ്ലം. സോ ഹിയർ ദ ഒബ്ജക്റ്റീവ് ഈസ് ടു മാക്സിമൈസ് ദ പ്രോഫിറ്റ്. കാരണം നമുക്കിവിടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണ്. സോ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക. സോ യു ഹാവ് ടു ഐഡൻറ്റിഫൈ ദ ഒബ്ജക്റ്റീവ്. ഹിയർ ദ ഒബ്ജക്റ്റീവ് ഈസ് മാക്സിമൈസേഷൻ ഓഫ് ദി പ്രോഫിറ്റ്. അപ്പോൾ നമ്മൾ ആ 3 പ്രൊഡക്റ്റിന് X1, X2, X3 എന്ന് കൊടുത്തു. അതിൻ്റെ പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. ഒന്നാമത്തെ പ്രോഫിറ്റ് നമ്മൾ തന്നിട്ടുണ്ട്, അത് എടുത്ത് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഓരോ പ്രൊഡക്റ്റിനും പ്രോഫിറ്റ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, അത് എടുത്ത് എഴുതി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഫോം ചെയ്യാം. അപ്പോൾ എങ്ങനെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഫോം ചെയ്യുന്നത്, നമുക്ക് അറിയാത്തൊരു മാക്സിമൈസേഷൻ പ്രോബ്ലം ആണ്. സോ സെഡ് മാക്സ് ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് എങ്ങനെയാണ് ഇക്വേഷൻ, ഇവിടെ X1 ഒന്നാമത്തെ പ്രൊഡക്റ്റിന് പ്രോഫിറ്റ് 4, രണ്ടാമത്തെ പ്രൊഡക്റ്റിന് പ്രോഫിറ്റ് 3, മൂന്നാമത്തെ പ്രൊഡക്റ്റിന് പ്രോഫിറ്റ് 6. അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് നമുക്ക് എങ്ങനെ കണക്കാക്കാം, 4x1 പ്ലസ് 3x2 പ്ലസ് 6x3. ഇതാണ് നമ്മുടെ ഇതെന്താണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. സെഡ്, കാരണം ഇവിടെ മാക്സിമൈസേഷൻ പ്രോബ്ലം കാരണം നമ്മൾ സെഡ് മാക്സ് ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് നോക്കുക 4x1. ഇത് ജസ്റ്റ് ഒന്ന് റിലേറ്റ് ചെയ്ത് എഴുതുക. 4x1 പ്ലസ് 3x2 പ്ലസ് 6x3 ആണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിൽ എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നമ്മൾ കണ്ടുപിടിച്ചു. സെഡ് മാക്സ് ഈസ് ഈക്വൽ ടു 4x1. ഇത് ഈ 4 പ്രോഫിറ്റ് ആണ്, 4, 3, 6 എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആണ്. ഓരോ ഇത് X1, X2, X3 എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. ഇനി നമുക്ക് കൺസ്ട്രെയിൻസ് കണ്ടുപിടിക്കണം. എന്തൊക്കെയാണ് ഇതിന് നമ്മൾ കൊടുക്കുന്ന ഈ നിയന്ത്രണങ്ങൾ. അപ്പോൾ അതിന് നമ്മൾ ഒരു പർട്ടിക്കുലർ ഫോർമാറ്റ് നമ്മൾ എഴുതും. അതിൻ്റെ പ്രൊഡക്ട്സ് ഏതൊക്കെയാണ് നമ്മൾ നോക്കാം. ഏതൊക്കെ പ്രൊഡക്ട്സ്, X1, X2, X3 ആണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഇതാണ് X1, X2, X3 ആണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഇനി മെഷീൻസ് ഏതൊക്കെയാണുള്ളത്, M1, M2, M3 ആണ് നമുക്ക് 3 മെഷീൻസ് നമുക്കുള്ളത് അല്ലേ. പ്രൊഡക്റ്റുകൾ X1, X2, X3. മെഷീൻസ് എന്ന് പറയുന്നത് M1, M2, M3. ഇനി എന്താ പറയുന്നത്, ഈ പ്രൊഡക്റ്റ് 1 അപ്പോൾ നിങ്ങൾ ഇതിങ്ങനെ ഒരു പ്രത്യേക മാട്രിക്സോ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഈസിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ചില പ്രോബ്ലംസ് നിങ്ങൾക്ക് ഈ മാട്രിക്സ് നമുക്ക് ഡയറക്റ്റ് പ്രോബ്ലത്തിനപ്പോൾ നിങ്ങൾക്ക് തരും. വളരെ ഈസി ആയിട്ട് നമുക്ക് അത് ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റും. തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലൊരു മാട്രിക്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ നമുക്ക് 3 മെഷീനുണ്ട്, 3 പ്രൊഡക്റ്റ് ഉണ്ട്. പ്രൊഡക്റ്റ് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, മുകളിൽ എഴുതുക പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് X1. മെഷീൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ആദ്യം തന്നെ എഴുതി വയ്ക്കുക. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്, X1 എന്ന് പറഞ്ഞ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ മെഷീൻ 1ൽ 2 മണിക്കൂർ എടുക്കണം, മെഷീൻ 2ൽ 4 മണിക്കൂർ എടുക്കണം, മെഷീൻ 3ൽ 2 മണിക്കൂർ എടുക്കണം. ഇനി പ്രൊഡക്റ്റ് 2നോ മെഷീൻ 1ൽ 3 മണിക്കൂർ എടുക്കണം, മെഷീൻ 2 അത് ഉപയോഗിക്കുന്നില്ല, അപ്പോൾ അതുകൊണ്ട് 0 അവർ. മെഷീൻ 3 അത് 5 മണിക്കൂർ ഉപയോഗിക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തെ പ്രൊഡക്റ്റിന് മെഷീൻ 1ൽ 2 മണിക്കൂർ, മെഷീൻ 2ൽ 3 മണിക്കൂർ, പക്ഷെ മെഷീൻ 3 അത് ഉപയോഗിക്കുന്നില്ല. ഇനി എന്താണ് പറയുന്നത്, മെഷീൻസിൻ്റെ ടോട്ടൽ അവേഴ്സ്. M1 എന്ന് പറഞ്ഞ മെഷീനിൽ എത്ര അവേഴ്സ് നമുക്ക് ടോട്ടലായിട്ട് എത്ര അവറാണ് പറഞ്ഞിരിക്കുന്നത്. M1 എന്ന് പറഞ്ഞ മെഷീൻ ടോട്ടൽ മെഷീൻ അവേഴ്സ് എത്രയുണ്ട്, 16 അല്ലേ. 16 അവേഴ്സേ നമുക്ക് ഒരു ദിവസം M1 എന്ന് പറഞ്ഞ പർട്ടിക്കുലർ മെഷീൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇനി M2 എന്ന് പറഞ്ഞ മെഷീൻ നമുക്ക് ഒരു ദിവസം 13 മണിക്കൂർ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. M3 എന്ന് പറഞ്ഞ മെഷീൻ നമുക്ക് ഒരു ദിവസം 20 മണിക്കൂർ ഉപയോഗിക്കാം. ഇതാണ് ഇതിൻ്റെ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം പ്രൊഡക്റ്റ് എഴുതി X1, X2, X3, മെഷീൻസ് എഴുതി M1, M2, M3. ഇനി ഓരോ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ഓരോ മെഷീനിലും ഇത്ര അവേഴ്സ് വേണം. ഈ മെഷീൻ 1ൽ 2 മണിക്കൂർ വേണം, മെഷീൻ 2ൽ 4 മണിക്കൂർ, മെഷീൻ 3ൽ 2 മണിക്കൂർ. പ്രൊഡക്റ്റ് 2 ഉണ്ടാക്കാൻ മെഷീൻ 1ൽ 3 മണിക്കൂർ, മെഷീൻ 2 ഉപയോഗിക്കുന്നില്ല, മെഷീൻ 3ൽ 5 മണിക്കൂർ, അതുപോലെ തന്നെ മെഷീൻ 3. ഇനി മെഷീൻ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മണിക്കൂർ അത് ഒരു ദിവസം ഉപയോഗിക്കാൻ പറ്റുള്ളൂ, 16 മണിക്കൂർ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. മെഷീൻ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13 മണിക്കൂറേ ഉപയോഗിക്കും, മാക്സിമം 13 മണിക്കൂറേ ഉള്ളൂ. മെഷീൻ 3 എന്ന് പറഞ്ഞാൽ മാക്സിമം 20 മണിക്കൂറേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഒരു മാട്രിക്സ് ഫോർമുല എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വളരെ ഈസി ആയിട്ട് നമുക്ക് എഴുതാം. ഐഡിയ മനസ്സിലായവർക്ക് വളരെ ഈസി ആയിട്ട് എഴുതാം. അത് നമ്മൾ പ്രൊഡക്റ്റ് എഴുതുന്നു, മെഷീൻസ് എഴുതുന്നു, പ്രോബ്ലം വെച്ച് നോക്കിയിട്ട് ഓരോ മെഷീനിൽ എത്ര മണിക്കൂർ ഉണ്ടെന്ന് എഴുതുന്നു. ഇനി നമുക്ക് ഇതിനെ ഫോർമുലൈസ് ചെയ്യാം. ഇങ്ങനെ ഫോർമുലൈസ് ചെയ്യണത് ഇതാണ് നമ്മുടെ പ്രോഫിറ്റ്. നമ്മൾ പറഞ്ഞു നേരത്തെ 4 രൂപയാണ് X1ന്, 3 രൂപയാണ് X2ന്,
6 രൂപയാണ് എക്സ് അതാണ് നമ്മളിവിടെ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഴുതുന്നുണ്ട്. നിങ്ങൾ പ്രോഫിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഴുതിയിരിക്കുന്നത്. 4x1 ഇത് 4x1 4x1 3x2 ആൻഡ് 6x3 ഇത് വെച്ചാണ് നമ്മളുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഴുതിയിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഇതിനെ ഈ പറഞ്ഞ കൺസ്ട്രെയിൻസ് നമ്മൾ മൊത്തം കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിനെ ഫോർമുലേറ്റ് ചെയ്യണം നമുക്ക് നോക്കാം. കൺസ്ട്രെയിൻസ് ഒന്നാമത്തെ എന്താണ്? 2x1 + 3x2 + 2x3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. അപ്പോൾ അതിന് ഇവിടെ കൺസ്ട്രെയിൻസിൽ ചെറിയ വ്യത്യാസമുണ്ട്. മൊത്തം ഒന്നാണ് വന്നിരിക്കുന്നത്. ഒന്നാമത്തെ ഏരിയയാണ് 2x1 + 3x2 + 2x3 ഈക്വൽ ടു 60. ഒന്നാമത്തെ കൺസ്ട്രെയിൻസ് ശരിയാണ്. രണ്ടാമത്തെ ഇവിടെ എഴുതിയിരിക്കുന്നത് മിസ്റ്റേക്കാണ്. എന്താണ് എഴുതിയിരിക്കുന്നത്? 2x1 + 3x2 2x3 ഒന്നാമത്തെ മെഷീൻ ഇവിടെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അല്ലേ? 2x1 3x2 2x3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എങ്ങനെ വരും? 2x1 + 3x2 + 2x3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 16. കാരണം 16 മണിക്കൂർ മാക്സിമം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഈ രണ്ടാമത്തെ ഇങ്ങനെ നമുക്ക് രണ്ടാമത്തെ ഇങ്ങനെ ഇക്വേഷൻ ഉണ്ടാക്കി എടുക്കുക. 4x1 + 2 ഉണ്ടോ? 2ൽ മെഷീൻ അവറിൽ 0 ആണ്. അപ്പോൾ 3x3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 13. ഇനി മൂന്നാമത്തെ എങ്ങനെയാണ്? 2x1 + 5x2 ലെസ് ദാൻ ഓർ ഈക്വൽ, കാരണം ഇവിടെ ഇത് മൂന്നാമത്തെ അവറിൽ 0 ആണ്. ടോട്ടൽ 20. ഇതാണ് നമ്മുടെ 3 കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഇവിടെ എഴുതിയിരിക്കൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അത് 3 1 ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ ഈ രണ്ടും നമ്മൾ മാറ്റി എഴുതണം. എങ്ങനെയാണ് മാറ്റി എഴുതേണ്ടത്? നേരത്തെ പറഞ്ഞ പോലെ 4x1 3x3 ലെസ് ദാൻ ഈക്വൽ ടു 13. ഇവിടെ രണ്ടാമത്തെ കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ തെറ്റാണ്. 4x1 + 3x3 ലെസ് ദാൻ ഈക്വൽ ടു 13. മൂന്നാമത്തെ 2x1 + 5x2 ലെസ് ദാൻ ഈക്വൽ ടു 20. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കൺസ്ട്രെയിൻ. ഇത് ഒന്നാമത്തെ കൺസ്ട്രെയിൻ, ഇത് രണ്ടാമത്തെ കൺസ്ട്രെയിൻ, ഇത് മൂന്നാമത്തെ കൺസ്ട്രെയിൻ ഇക്വേഷൻ. ഇങ്ങനെയാണ് നമ്മൾ കൺസ്ട്രെയിൻ ഇക്വേഷൻസ് ഫോം ചെയ്യാം. ഇനി നമ്മുടെ അവസാനത്തെ എന്താണ്? നോൺ നെഗറ്റീവ് കണ്ടീഷൻ. ഈ മൂന്നും x1ഉം x2ഉം x3ഉം എന്ത് എഴുതുക? വെറുതെ എഴുതിയാൽ മതി. ഇവിടെ x1 x2 x3 ലെസ് ദാൻ ഈക്വൽ ടു 0 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 എപ്പോഴും 0ന് മേലെയാവണം. ഇങ്ങനെയാണ് ഈ ലീനിയർ പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്ത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കണ്ടുപിടിക്കുക, കൺസ്ട്രെയിൻസ് ഇക്വേഷൻ കണ്ടുപിടിക്കുക, നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ. നോൺ നെഗറ്റിവിറ്റി വളരെ ഈസിയാണ്. ആ x1 x2 x3 എപ്പോഴും ഇതിനേക്കാളും വലുതായിരിക്കണം. ഇതാണ് നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ടെക്നിക്ക്. അപ്പോൾ ഞാൻ ഒരു പ്രോബ്ലം മാത്രം ഒന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾ ഒന്നുകൂടി പോയിട്ട് ഇത് ആ PPT നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നിങ്ങൾ ആ PPT വെച്ചിട്ട് മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേണ്ട ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് 2 പ്രോബ്ലം കൂടി ഇതിനകത്ത് സൊല്യൂഷൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ഡൗട്ടും കാര്യങ്ങളും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ അല്ലേ?